7 കോടി വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം അർക്ടിക് സർക്കിളാണ്. ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വിചിത്രമായിട്ടുള്ളൊരു പ്രദേശമാണ് അർക്ടിക് സർക്കിൾ. ഈ കാലഘട്ടത്തിലെന്ന പോലെ തന്നെ 7 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലും ആ പ്രദേശം തണുത്തുറഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്. അവിടെ സാധാരണഗതിയിലുള്ള താപനില -10 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണുള്ളത്. എന്നാൽ ആ താപനിലയേക്കാൾ ഈ സ്ഥലത്തെ കൂടുതൽ ഭീകരമാക്കി മാറ്റുന്നത് ഏകദേശം 4 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇരുട്ടാണ്. അതെ, 4 മാസം തുടർച്ചയായി അവിടെ രാത്രിയാണ്. വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും ഇരുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഉണ്ടായിരുന്ന സസ്യങ്ങൾ മിക്കതും അവിടെ വിന്ററിൽ ഇല്ലാതെയാകുന്നു. എന്നാൽ ആ പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കുന്ന ചില സസ്യങ്ങൾ അവിടെ ഉണ്ട്. ലിക്കൻസ് എന്നും ഹോൾസ്റ്റെയിൽ എന്നും പേരിലാണ് അവ അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ഒരു ഡൈനോസർ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇപ്രകാരമുള്ള ഒരു പ്രദേശത്തും ഒന്നിലധികം സ്പീഷീസിൽപ്പെട്ട ഡൈനോസറുകൾ ജീവിച്ചിരുന്നു. നമുക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എഡ്മൻഡോസോറസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഡൈനോസറുകളായിരുന്നു. ഏകദേശം ഒരു ബസിന്റെ അത്രയും തന്നെ വലിപ്പമായിരുന്നു ആ ഡൈനോസറുകൾക്ക് ഉണ്ടായിരുന്നത്. ഇവ പ്രധാനമായും ഭക്ഷിച്ചിരുന്നത് സസ്യങ്ങളെ തന്നെയായിരുന്നു. ഡൈനോസറുകളിലെ തെറോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന ട്രൂഡോണും അവിടെ അവരോടൊപ്പം തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ട്രൂഡോൺ സസ്യാഹാരി ആയിരുന്നില്ല. മരണമടഞ്ഞ ഡൈനോസറുകളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും അവശിഷ്ടങ്ങളായിരുന്നു ഇവ ഭക്ഷിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അർക്ടിക് സർക്കിളിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തൻ ട്രൂഡോൺ ആണെന്ന് പറയാം. അതിന്റെ തെളിവുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അവയുടെ ഫോസിലിൽ നിന്ന് തന്നെയാണ്. വലിപ്പമേറിയ കണ്ണുകൾ ആയതുകൊണ്ട് തന്നെ അരണ്ട വെളിച്ചത്തിൽ പോലും മറ്റു ജീവജാലങ്ങളെക്കാൾ കൂടുതൽ കാഴ്ചശക്തി ഇവയ്ക്കുണ്ടായിരുന്നു. അതിനു പുറമെ മാംസാഹാരം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഉയർന്ന അളവിലുള്ള കലോറിയും ഇവയ്ക്ക് ലഭ്യമായി. 1961 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അർക്ടിക് സർക്കിളിൽ നിന്നും ഒരു ഡൈനോസറിന്റെ ഫോസിൽ ലഭ്യമായത്. അലാസ്കയിൽ സ്ഥിതി ചെയ്യുന്ന കോൾവെലി നദിയുടെ തീരത്ത് നിന്നായിരുന്നു ആ ഫോസിൽ ലഭ്യമായത്. 1980 വരെ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊന്നും കാര്യമായി നടന്നിട്ടില്ല. അതിനുള്ള സാങ്കേതിക വിദ്യ ആ കാലഘട്ടത്തിൽ ശരിക്കും ഇല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. 80 തന്നെ അതേ പ്രദേശത്തു നിന്നും ഇത്തരത്തിലുള്ള വേറെയും ഫോസിലുകൾ കുറെ അധികം ലഭിക്കുകയുണ്ടായി. തുടർന്ന് നടത്തിയ പഠനത്തിലൂടെ ഇത് ഹാഡ്രോസോറസ് വിഭാഗത്തിൽപ്പെടുന്ന ഡൈനോസറിന്റെ ഫോസിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഡൈനോസറുകൾ ഭൂമി ഭരിച്ചിരുന്ന ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഇവയെല്ലാം അവിടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനു പുറമെ വേറെയും ചില സസ്തനികളും ചില പക്ഷികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. 7 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലഘട്ടത്തിലും തണുത്തുറഞ്ഞ ഒരു പ്രദേശം തന്നെയായിരുന്നു ഉത്തരധ്രുവം. പക്ഷേ ഇന്ന് കാണാൻ സാധിക്കുന്നത് പോലുള്ള മഞ്ഞ് നമുക്ക് അവിടെ അധികം കാണാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അല്പം കൂടി താപനില അവിടെ കൂടുതലായിരുന്നു. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.